നമസ്കാരം. നമ്മൾ ഞാവൽപ്പഴം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല കടും പർപ്പിൾ നിറത്തിലുള്ള നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാവിലൊക്കെ കറ വരുന്നതും കറ പോലെ ഇങ്ങനെ പിടിച്ച് തരിതരിപ്പ് വരുന്നതും അതേപോലെ നല്ല പുളിയുള്ളതും നമ്മുടെ നാവിലൊക്കെ നല്ല കടും പർപ്പിൾ കളർ കിട്ടുന്നതുമായ ഞാവൽപ്പഴമാണ് നമുക്ക് വരുന്നത് അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് തല്ലിപ്പറിച്ചും കുലുക്കി വീഴ്ത്തിയും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതേപോലെ കറയില്ലാത്തതും നല്ല തേൻ മധുരമുള്ളതും നല്ല വെള്ള മുത്തുമണികൾ പോലെ പളുങ്ക് മണികൾ പോലെയുള്ളതുമായിട്ടുള്ള നല്ല കടും മധുരത്തിലുള്ള പഴം, അത് വെള്ള ഞാവൽപ്പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ആയുർവേദത്തിൽ ജംബൂദ്വീപ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം മണ്ണിൽ പിറന്ന നമ്മുടെ വെള്ള ഞാവൽ നല്ല കിടിലം പഴമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിൻ്റെ ആ ഒരു ഫ്ലഷൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷാണ്. അതേപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിലും ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഒക്കെ പ്രമേഹത്തിനുള്ള ഒരു ഒരു അടിപൊളി മരുന്നായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന ഒരു നാച്ചുറൽ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വെള്ള ഞാവൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ വംശജ, കാരണം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ പിറന്നതാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരുപാട് വേരിയേഷൻസ്, ഒരുപാട് വെള്ള ഞാവലിൻ്റെ പുതിയ വേരിയേഷൻസ്, അത് നല്ല കടും മധുരത്തിലുള്ളതൊക്കെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഞാവലിന് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ അത്യാവശ്യം ചില നേഴ്സറികളിലൊക്കെ വെള്ള ഞാവൽ, ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വെള്ള ഞാവൽ കായ് ഉണ്ടായി കിടക്കുന്ന വീഡിയോസൊക്കെ. അപ്പോഴാണ് ഞാൻ വെച്ച് നമ്മുടെ മാംഗോമോഡോസിലും നിറയെ കായ്കളുണ്ട്, ഇപ്പോൾ നിറയെ പൂത്ത് നന്നായിട്ട് കായ് ഉണ്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് കഴിക്കാനാണെങ്കിലും ആ ഒരു ഫ്ലഷൊക്കെ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര രസമാണ് കഴിക്കാൻ. ആ ഒരു കാറപ്പ് നമ്മുടെ നാവിൽ സാധാരണ ഞാവിൽ കഴിക്കുന്ന പോലുള്ള കാറപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. പുളി അങ്ങനെ എടുത്ത് വലിയ പുളിയൊന്നുമില്ല, പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്, ഭയങ്കര സോഫ്റ്റ് ഫ്ലഷുമാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മുടെ ഈ ഒരു വെള്ള ഞാവൽപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണയുള്ള ആ ഒരു പർപ്പിൾ കളറിലുള്ള വെള്ള ഞാവൽപ്പഴത്തേക്കാൾ അസിഡിറ്റി കുറവായതുകൊണ്ടും മധുരമുള്ളതുകൊണ്ടും തന്നെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനോട് ഒരുപാട് ഫ്രൂട്ട് പ്രോഡക്റ്റുകളുണ്ട്, നമ്മൾ ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്, ജാമുകൾ, ജെല്ലി, ജ്യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ വെള്ള ഞാവൽ വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്, അതിൻ്റെ ഓരോ പ്രോഡക്റ്റുകൾ. അതേപോലെ തന്നെ നല്ല മികച്ച ക്വാളിറ്റിയുള്ള വൈനുകൾ, ഫ്രൂട്ട് വൈനുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ വെള്ള ഞാവൽപ്പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും നമ്മുടെ കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗികൾ ഒരുപാട് ആൾക്കാരുണ്ട്, ചെറുപ്പക്കാർ തൊട്ട് വലിയവർ വരെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുമൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് വെള്ള ഞാവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിത്ത്, നമ്മൾ ഈ ഞാവൽ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തിൽ നിന്നും ആ വിത്തിൻ്റെ പൊടി എടുത്തിട്ട് അതുകൊണ്ട് ക്യാപ്സ്യൂളുകളും ടാബ്ലറ്റുകളും ഒക്കെ ഇപ്പോൾ വെച്ചാൽ പ്രമേഹ രോഗികൾക്കുള്ള ടാബ്ലറ്റുകളും ക്യാപ്സ്യൂളുകളും ഒക്കെ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേര് മുതൽ ഇതിൻ്റെ ഇല, കായ, വിത്ത്, തടി എല്ലാം ഔഷധ ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൻ്റെ നമുക്ക് പല്ലുവേദന, അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് പല്ലിൽ നിന്ന് രക്തം ഒക്കെ വരുന്നില്ല, കാരണം സോഫ്റ്റ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാൽസ്യത്തിൻ്റെ കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പല്ലിന് പ്രശ്നങ്ങളുള്ളവർക്കും വേദനയുള്ളവർക്കും ഒക്കെ ഇതിൻ്റെ ഇല വായിൽ കവിൾ കൊള്ളിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തുപ്പിക്കളയുന്നത് നല്ലതാണെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാരണവശാലും അതിന് അങ്ങനെ ചെയ്യണമെന്ന് പറയില്ല. നമ്മളിതിൻ്റെ ഗുണങ്ങൾ മാത്രമാണ്, ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ആയുർവേദത്തിൽ എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് പല രീതിയിലുള്ള പ്രോസസ്സിങ് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആയുർവേദ വിദഗ്ധൻ്റെയോ ഡോക്ടറെയോ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ തടിയുടെ പ്രത്യേകത എടുത്ത് പറയേണ്ടത് ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്നതാണ്. എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും കേടാകാത്ത തടിയാണ് നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ തടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിണറൊക്കെ പണിയുന്ന സമയത്ത് പണ്ട് നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലത്ത് വെള്ള ശുദ്ധീകരണത്തിന് കിണറിൻ്റെ അടിത്തട്ടിൽ പലകയിടുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഞാവലിൻ്റെ തടി ഉപയോഗിക്കാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ വള്ളത്തിൻ്റെ ആ ഒരു അടിഭാഗമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനുമൊക്കെ നമുക്ക് ഞാവലിൻ്റെ തടി, കാരണം എത്ര വർഷം കിടന്നാലും കേടാകാത്ത തടിയാണ് ഞാവലിൻ്റെ, അത്രത്തോളം സ്ട്രോങ് ആണ്. ജൈവ വൈവിധ്യം നിലനിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് വെള്ള ഞാവൽ എന്ന് പറയുന്നത്. കാരണം ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നിറയെ ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ അതിൻ്റെ തേൻ കുടിക്കാനൊക്കെ ആയിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ മണ്ണൊലിപ്പ് തടയാൻ പറ്റുന്ന ഒന്നാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടി ആയതുകൊണ്ട് തന്നെ കാറ്റും അങ്ങനെ കാറ്റ് വീശിയാലൊന്നും അത്ര പെട്ടെന്നൊന്നും മറിഞ്ഞ് വീഴുന്ന ഒരു മരമല്ല, അത്രത്തോളം സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും പ്രകൃതിക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ദോഷമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് 100% പ്രയോജനമുള്ള ഒരു ചെടിയാണ് വെള്ള ഞാവൽ എന്ന് പറയുന്നത്.
അപ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു ഫ്രൂട്ട്സും അത് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും ഒരെണ്ണം പറിച്ച് കഴിക്കാനായിട്ട്. കാരണം നല്ല പളുങ്ക് പോലെ നല്ല വെള്ള മുത്തുമണികൾ പോലെ കിടക്കുന്നത്, അത് മൂത്ത് നല്ല പഴമാകുന്ന സമയത്ത് ഒരിച്ചിരി ക്രീമി കളർ വരും. ഇതിങ്ങനെ കൊലകൊലയായിട്ട് മുന്തിരിക്കൊല പോലെ തൂങ്ങി കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടെന്നെങ്കിലോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലോ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഫാമുകളിലുണ്ടെങ്കിലും നിങ്ങൾ ഈ ചെടി വീട്ടിൽ മസ്റ്റായിട്ടും വാങ്ങിച്ച് വെക്കുക. എന്തായാലും നമ്മളത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല. വിറ്റാമിൻ സി, വിറ്റാമിൻ എ, കാൽസ്യം, പൊട്ടാസ്യം ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സ്ട്രോക്ക് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ എന്ത് കഴിക്കുമ്പോഴും അധികമായിട്ട് കഴിക്കരുത്, ആവശ്യത്തിന് മാത്രം കഴിക്കുക. അധികമായാൽ അമൃതം വിഷമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.